നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സകല അനുഗ്രഹത്തിന്റെ ഉടവായിരിക്കുന്ന സ്വർഗ്ഗപിതാവേ, പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട പുതിയ പാദത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, വിശുദ്ധ പ്രാവശ്യങ്ങളുടെ ദൈവസത്തിൽ വന്നു അങ്ങനെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം കണ്ണുരക്ഷ പോലെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ച് നടത്തിയ എല്ലാ വഴികളെയും നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇപ്പോഴും ഞങ്ങളെല്ലാവരും കരങ്ങൾ സമർപ്പിക്കുന്നു. ലോകം മുഴുവൻ കർത്താവേ പ്രയാസത്തിലും ഭാരത്തിലും ഇരിക്കുമ്പോൾ, മഹാലോകത്തിൻ്റെ പിടിയിലായിരിക്കുമ്പോൾ കർത്താവെ, നീ ഞങ്ങൾ അത്ഭുതമായി നടത്തുന്ന വഴികൾ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവെ, ആശ്വാസദായകനെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ നീ അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവെ. നില പങ്കാളികളാകുന്ന മക്കളെയും കർത്താവെ, മാധ്യമങ്ങളിലൂടെ ഇത് കാണുന്നവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ ഹിതം പോലെ നടത്തണമേ, മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ നാം മഹത്വത്തിനായി കീർത്തനം 30 കീർത്തനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമാത്മാവാകുന്നു, അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായി ദൈവത്തിനു കർത്താവായ യേശു ക്രിസ്തുവിടുന്നു നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ ദൈവം ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയിൽ നിന്ന് മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയപരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ സാന്തസ്വയമേയും ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തീർക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതായി നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയെ പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് മുട്ടുകളുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും ദൈവത്തോട് നമുക്ക് നിർവാർത്ഥമായി ഏറ്റു പറയാം. നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവർത്തനങ്ങളും അറിഞ്ഞും അറിയാതെയും ദൈവത്തോടും സഭാസൃഷ്ടികളോടും നാം ചെയ്തിട്ടുള്ള എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും മനഃപൂർവ്വമായി നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് സുഖം വരുന്നില്ല. അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് മൂന്നാമത്തെ ഭാവസ്വീകാര പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ദൈവമേ, നിന്റെ ദൈവത്വം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണ മഹത്വ പ്രകാരം എന്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകത്യം പോക്കണമേ. എന്റെ പാവം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാവം ചെയ്തിരിക്കുന്നു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, ദുർബലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് കൊടുക്കണമേ. നിരക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനാണ് കർത്താവും. പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. തിരുവചന ഭാഗത്തിൽ നമുക്ക് വായിക്കാം. ഒന്നാം പാഠം ഉൽപ്പത്തി 18-ാം അധ്യായം 1 മുതൽ 10 വരെ. ഉൽപ്പത്തി 18-ാം അധ്യായം 1 മുതൽ 10 വരെ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറായുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ച് നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു.
സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ടുനിന്നു. ഇവിടെ ഒന്നാം പാഠം വായിച്ച് അവസാനിച്ചു. സങ്കീർത്തനം 15 നമുക്ക് വാക്യപ്രതി വാക്യമായി വായിക്കാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. തന്റെ ദ്രവ്യം പരീക്ഷയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. രണ്ടാം പാഠം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുമല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവത്തിൻ്റെ വചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുന്നു. അതിന് ശേഷം യേശു പിന്നെയും തിബേരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. സീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനാനിലെ നഥാനിയേലും സെബെദി മക്കളും അവന്റെ ശിഷ്യന്മാർ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. സീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ച ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവർ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവ് ആകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ആകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനായാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായിക്കയാൽ മീൻ നിറഞ്ഞ പല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ട്. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. സീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്രേ വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് വന്ന്, പ്രാവിൽ കഴിച്ചുകൊള്ളുവിൻ
എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നാം കേട്ടത് ദൈവവചനം ആകുന്നു. നമുക്ക് ചേർന്ന് കീർത്തനം 218 പാട്ട് പാടാം. കീർത്തനം 218. ചൊല്ലുന്നു തൻ സ്നേഹം തൻ വേദത്തിൽ, കാണുന്നതിൽ ഞാൻ വിസ്മയകാര്യം. യേശുവിൻ സ്നേഹമാതിവിശേഷം, എത്ര മോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. എത്ര മോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നെന്നെയും. യേശു സ്നേഹിക്കുന്നെന്നെ എത്രയും, സ്നേഹിച്ചിടുന്നവനെയും ഞാൻ. സ്വർഗം താൻ വിട്ടിറങ്ങി സ്നേഹത്താൽ, ക്രൂശിൽ മരിച്ചതും തൻ സ്നേഹത്താൽ. എത്ര മോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. എത്ര മോദം താൻ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നെന്നെയും. കരുണാസമ്പന്നനായ പിതാവേ, ഞങ്ങൾ അളവില്ലാതെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ വായിച്ച തിരുവചനങ്ങൾക്കായി സ്തോത്രം. അല്പസമയം എൻ്റെ വചനം ധ്യാനിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ദൈവദൂതം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ അടിയൻ്റെ പ്രിയത്തിലെ ധ്യാനവും ഞങ്ങളുടെ കർത്താവിൽ മനസ്സിലെ വാക്കിലെ ചിന്തയിൽ എല്ലാം നീ മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിൽ കരം സമർപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തൻ നിത്യമായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസവും പ്രഭാതത്തിൽ നമുക്ക് ദൈവസഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. ലോകം മുഴുവനും COVID-19 എന്ന മഹാമാരിയാൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ മഹാരോഗത്തിന് അടിമപ്പെട്ട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് വന്നിരുന്ന് ആരാധിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി നമുക്കറിയാം. എന്നാൽ ഇത് ഭവനത്തിലിരുന്ന് കേൾക്കുന്നവർക്കും ഈ ആരാധന എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായി കടന്നു ചെല്ലുന്നു. അതിഥി സൽക്കാരം എന്നുള്ളത് ദൈവമക്കൾക്ക് ഒരു ജീവിതത്തിലെ ഒരു ഭാഗമായി നമുക്ക് കരുതുവാനായിട്ട് സാധിക്കും. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവമുതിർമാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അതായത് നാം ഇന്ന് വായിച്ച തിരുവചനങ്ങളിൽ പഴയ നിയമം എടുത്ത് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ 1 മുതൽ 10 വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, അബ്രഹാം നമ്മുടെ താക്കന്മാർ അവരുടെ ദൈവത്തെ സൽക്കരിക്കുന്ന ഒരു കാര്യത്തെ നാം അവിടെ കാണും. നമ്മുടെ അബ്രഹാം പിതാവ് തൻ്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വെയിൽ ചൂടേറിക്കൊണ്ടിരിക്കുന്ന ആ സമയം പുറത്തോട്ട് നോക്കിയപ്പോൾ 3 പുരുഷന്മാർ വ്യക്തപ്പെട്ട് വരുന്നത് കണ്ടു. അവൻ ഓടിപ്പോയി അവിടെ പാദത്തിൽ വീഴുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ വരുവിൻ, അല്പനേരം ഇരുന്ന് ആശ്വസിച്ചിട്ട് പോകാം. എനിക്ക് തോന്നുന്നു ആ ഭവനത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുവാനുള്ള സൗകര്യമില്ല, അത് കൂടാരമാണല്ലോ. അതുകൊണ്ട് മരത്തിൻ്റെ നിഴലിൽ അവരെ ഇരുത്തി അവരോട് പറഞ്ഞു, അവരുടെ കാൽ കഴുകിയ ശേഷം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരല്പം, ഞാൻ ഒരു മുറിയപ്പം കൊണ്ടുവരാം.
വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാം പിതാവ് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത്. അബ്രഹാം വീട്ടിൽ ഓടിപ്പോയി ഭാര്യ എടുത്ത് പറഞ്ഞു, സാറ എടുത്ത് പറഞ്ഞു, നീ 3 ഇടങ്ങളിൽ മാവെടുത്ത് അപ്പമുണ്ടാക്കി. കന്നുകാലികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഓടിപ്പോയി ഒരു നല്ല കൊഴുത്ത കാളക്കുട്ടിയെ പിടിച്ച് അതിനെ പാചകം ചെയ്ത് റെഡിയാക്കി അപ്പവും ഇറച്ചിയുമായി വെള്ളവുമായി അവിടെ സന്നിധിയിൽ വരുന്നതാണ് നാം കാണുന്നത്. അതിന്റെ ഫലം എന്തായിരുന്നു? ദൈവദൂതന്മാരാണെന്ന് അറിയാതെയാണ് അവരെ സൽക്കരിച്ചത്. പ്രായം ചേർന്ന അബ്രഹാമിനും സാറയ്ക്കും ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഇതുവരെ ഒരു പൈതൽ ലഭിക്കാതിരുന്നു. അന്ന് ആ ദൈവദൂതന്മാർ അവരോട് സംസാരിച്ചു. ഇനി ഒരു സംവത്സരം കഴിഞ്ഞ് നിങ്ങളെ സന്ദർശിക്കാൻ വരുമ്പോൾ സാറയ്ക്ക് ഒരു പൈതൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം പ്രായം ചെന്നവരാണല്ലോ. സ്ത്രീകൾക്കുള്ള വഴിപാട് തീർന്നു പോയിരുന്നു. അവൾ സാറ മനസ്സിൽ ചിരിച്ചു. എന്നാൽ ദൈവദൂതന്മാർ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് സംഭവിക്കും. അങ്ങനെയാണ് വാഗ്ദത്തത്തിന്റെ പുത്രനായ ഇസ്ഹാക്കിന് അവർക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, അതിഥി സൽക്കാരം എന്നുള്ളത് ദൈവമക്കൾക്ക് മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു ഭാഗമാണ് എന്നറിയാം. ഇന്ന് നാം ചിന്തിച്ച് വായിച്ച ഭാഗം നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു നാം ആരാധിക്കുന്ന ദൈവം തൻ്റെ ശിഷ്യന്മാരെ അന്ന് സൽക്കരിക്കുന്ന, ഭക്ഷണം നൽകി സൽക്കരിക്കുന്ന ഒരു സംഭവമാണ് നാം ഇവിടെ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. മരിച്ച് അടക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത കർത്താവ് ആദ്യമായി മാർഗയ്ക്ക് തന്നെ വെളിപ്പെടുത്തി, പിന്നെ ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി. എമ്മാവുസിലെ ശിഷ്യന്മാരോടുകൂടെ അവൻ നടന്നുപോയി, അവിടെ തന്നെ വെളിപ്പെടുത്തി. ഇത് ഇവിടെ പറഞ്ഞിരിക്കും. മൂന്നാമതായി തിബേരിയ കടൽക്കരയിൽ മീൻ പിടിക്കുവാൻ പോയ ശിഷ്യന്മാർക്ക് പത്രോസും കൂട്ടർക്കും തന്നെ വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ 7 പേരെയാണ് പറഞ്ഞിരിക്കുന്നത്. പത്രോസ്, തോമസ്, നഥാനിയേൽ, യാക്കോബ്, യോഹന്നാൻ, അങ്ങനെ സബരി മക്കൾ അവർ 2 പേരും, വേറെ 2 ശിഷ്യന്മാർ, 7 പേർ. അവർ പത്രോസ് പറയാണ്, ഞാൻ വിശന്നു മടുത്തു, എനിക്ക് സഹിക്കാൻ വയ്യ, ഇതാ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, എനിക്ക് സഹിക്കാൻ വയ്യ, മീൻ പിടിക്കാൻ പോകുന്നു. ശിഷ്യന്മാർ കൂടെ ഇരുന്ന് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നിരാശരായി ദുഃഖം അനുഭവിക്കുന്ന, സമാധാനമില്ലാതിരിക്കുന്ന ശിഷ്യന്മാർ പുനരുത്ഥാനം ചെയ്ത് യേശുവിനെ കണ്ടെങ്കിലും അവർക്ക് ആശ്വാസം ലഭിച്ചില്ല. അവിടെ നിരാശ മാറിയില്ല, വിശപ്പ് മാറിയില്ല. അവർ ഇപ്പോഴും വിശപ്പ് മടുക്കുകയാണ്. നമുക്കറിയാം വിശപ്പുണ്ടായാൽ എന്താ സംഭവിക്കുന്നത്. തമിഴിൽ ഒരു വാക്ക് പറയും, പസി വന്നാൽ 10 ഇല്ലാതായി പോകും പറയും. അങ്ങനെ വിശപ്പ് സഹിക്കാമായപ്പോൾ പത്രോസ് പറയാം, ഞാൻ ഇതാ മീൻ പിടിക്കാൻ പോകുന്നു. പ്രിയമുള്ളവരെ, അവർ മീൻ പിടിക്കാൻ പോയപ്പോൾ പുലർച്ചെ ആയപ്പോൾ കരയിൽ അവര് യേശു തേടി വന്നു. ആ മീൻ പിടിച്ചു മീൻ പിടിക്കുമ്പോൾ അവരെ തിരക്കുവാനായിട്ട്, കരുതുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു അവിടെ വരുന്നതായിട്ട് നമുക്കറിയാം. കരയിൽ വന്ന് നിൽക്കുന്ന യേശു അവരോട് ചോദിക്കുകയാണ് 5-ാം വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? Children, have you any food? അവിടെ ഉത്തരം എന്താണ്? നോ. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല. ഇതാ ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി തീർന്നിരിക്കുന്നു. അതെ പ്രിയമുള്ളവരെ, നമുക്കറിയാം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്, 4 അപ്പവും 7 അപ്പവും 2 മീനും കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചത്. തനിക്ക് വിശന്നപ്പോൾ സാത്താൻ അവനോട് പറഞ്ഞു, നിനക്ക് ഈ കല്ലുകളെ അപ്പമാക്കി തിന്നാമെന്ന്. എന്നാൽ അതിനവൻ തുനിഞ്ഞില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിറയെ ഓരോ വചനം കൊണ്ട് ജീവിക്കും എന്ന് സാത്താനെ തോൽപ്പിച്ചത്. വിശന്ന് മടുത്ത് മീൻ പിടിക്കുന്നതിൽ നിരാശരായി. നമുക്കറിയാം പത്രോസും കൂട്ടരും മുക്കുവന്മാരാണ്.
മീൻ പിടിക്കുന്ന വിദഗ്ധന്മാരാണ്. എന്നാൽ അവരിപ്പോൾ ഒന്നുമില്ലാത്തവരായി നിൽക്കുകയാണ്. രാത്രി മുഴുവനും അവർ പ്രയാസപ്പെട്ടു. കടലിന്റെ ആഴവും നീളവും മീൻ എവിടെ നിന്ന് അറിയുന്ന വിദഗ്ധരായ മീൻ പിടിക്കാൻ രാത്രി മുഴുവനും അവിടെ പ്രയാസപ്പെട്ടു. എന്നാൽ ഒരു മീൻ പോലും പിടിക്കുവാനായിട്ട് സാധിച്ചില്ല. അറിയാം, പത്രോസിനെയും ശിഷ്യന്മാരും യേശു ക്ഷണിക്കുമ്പോൾ അന്നും കല്ലിലെ ആ കടൽക്കരയിൽ മീൻ പിടിച്ചുകൊണ്ട് വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മീൻ പോലും ലഭിക്കാതെ നിരാശരായിരിക്കുകയാണ്. ആ സമയത്താണ് യേശു പറയുന്നത്, ഈ പടക് അല്പം ആഴത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകും. കാരണം എന്റെ ചുറ്റിലും ഇരിക്കുന്ന ജനങ്ങള് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവർക്ക് സുവിശേഷം അറിയിക്കണം. ആദ്യം ആ പടക് കർത്താവിന് വേണ്ടി അവർ കൊടുത്തു. കർത്താവ് അതിൽ നിന്ന് സുവിശേഷം അറിയിച്ചതിന് ശേഷം അവരോട് നിരാശരായ ആ വിരുദ്ധരായ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ഇത് ആഴത്തിലേക്ക് വല വീശു എന്ന് പറയുന്നു. ആഴത്തിലേക്ക് വല വീശു എന്ന് പറഞ്ഞപ്പോൾ കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചതാണ്, എന്നാലും നിന്റെ വാക്ക് അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവരനുസരിച്ചു. അന്ന് ആ വല നിറയെ മീൻ പിടിച്ചു. കരയ്ക്ക് വന്നപ്പോൾ യേശുവിന്റെ പാദത്തിൽ വീഴുന്നു. നീ സത്യമായി ദൈവപുത്രനാണ്, പ്രവാചകനാണ്, നീ ഞങ്ങളെ വിട്ടു പോകണമേ എന്ന് അപേക്ഷിച്ചു. യേശു പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങളെ ഇനി മീൻ പിടിച്ചക്കാരായിട്ടല്ല, മനുഷ്യരെ പിടിക്കുവാനായിട്ടാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നു മുതൽ അവർ യേശുവിന്റെ ശിഷ്യരായി തീർന്നു. അന്ന് അവർ ഉപേക്ഷിച്ച പടക് നിരാശരായപ്പോൾ, വിശന്നപ്പോൾ വീണ്ടും അവർ സ്വീകരിച്ചതായിട്ട് നമുക്കറിയാം. പ്രിയമുള്ളവരെ, വീണ്ടും സ്വീകരിച്ചു. ആ പടകും മലയും എടുത്തുകൊണ്ട് അവർ മീൻ പിടിക്കുവാനായി പോയി. വിദഗ്ധരായ അവർക്ക് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും പിടിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ആ നിരാശരായിരിക്കുന്ന മക്കളെ സൽക്കരിക്കുവാൻ, അവർക്ക് അപ്പവും മീനും കൊടുത്ത് അവർ വെള്ളം കൊടുത്ത് അവരുടെ വിശപ്പടക്കുവാൻ അവരെ സൃഷ്ടിച്ചവനായ ദൈവം, അവരുടെ ഗുരുവായിരുന്ന യേശു കർത്താവ് ആ കടൽക്കര പോലത്ത് നടന്നു പോവുകയാണ്. അവരെ സന്ദർശിക്കുകയാണ്. അവരോട് അവൻ ചോദിക്കാൻ നിരാശരെ മക്കളോട്, വിശന്നിരിക്കുന്ന ആ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവർ തമ്മിൽ മുഖം പറയുകയാണ്, നോ, ഞങ്ങൾക്കൊന്നുമില്ല, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വലത്തു ഭാഗത്തേക്ക് വല വീശു. നിങ്ങൾ ഇതുവരെ ഇടത്തു ഭാഗത്തേക്ക് വല വീശി, ഇനി വലത്തു ഭാഗത്തേക്ക് വല വീശു എന്ന് പറഞ്ഞപ്പോൾ അവർ അനുസരിച്ചു. അന്ന് പടകിൽ ഇരുന്നിട്ട് അനുസരിച്ച് ആഴത്തിലേക്ക് വല വീശി. ഇപ്പോൾ വലത്തു ഭാഗത്തിലേക്ക് വല വീശി. പ്രിയമുള്ളവരെ, ധാരാളം മീൻ പിടിച്ചു. കരയ്ക്ക് വലിച്ചുള്ളൂ. പത്രോസിനെ കണ്ടിട്ട് ഒരു ശിഷ്യൻ പറഞ്ഞു, യേശുവിനെ സ്നേഹിച്ച യോഹന്നാൻ ശിഷ്യൻ പറഞ്ഞു, ഇത് നമ്മുടെ വിപ്രവർത്തനം ചെയ്ത യേശുവാണെന്ന്. ഉടനെ അവൻ കടലിൽ ചാടി മീനെല്ലാം വെച്ച് കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ പിടിച്ച പുതിയ മീനിൽ ചിലത് കൊണ്ടുവരാം. അവർ പറഞ്ഞു, 153 മീൻ നിറഞ്ഞ വല വലിച്ചു കൊണ്ടുവരാം. അത്രയും വലിയ മീനുകൾ ഉണ്ടായിരുന്നു, വല കീറിപ്പോയില്ല. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നറിയാം. പ്രിയമുള്ളവരെ, യേശു ശിഷ്യന്മാരെ അവിടെ വിളിച്ചിട്ട് പറയാൻ പടകിൽ വലത്തു ഭാഗത്തേക്ക് വല വീശി. കർത്താവിന്റെ വാക്കിനെ അനുസരിച്ചു. ധാരാളം മീൻ ലഭിച്ചു. കരയ്ക്ക് വന്നപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും കണ്ടു. അവരങ്ങനെ മീനും വലിച്ച് കരയ്ക്ക് അടുത്ത് വന്നപ്പോൾ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും കണ്ടു. അങ്ങ് തീ പുകയുന്നാണ്. അങ്ങ് തിരിച്ചു നോക്കിയപ്പോൾ അവർക്ക് ആവശ്യമുള്ളവരെ അപ്പമുണ്ട്, മീനുണ്ട്. അതിന്റെ മണം അവരുടെ മൂക്കിൽ വരികയാണ്. അപ്പോൾ നമുക്കറിയാം, ചില ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ, അതുമാത്രം രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു നന്മ പോലും ലഭിക്കാത്ത, ഒരു അനുഗ്രഹവും ലഭിക്കാത്ത ഈ പ്രിയ മക്കൾക്ക്, ഒരു ചെറിയ മീൻ പോലും ലഭിക്കാത്ത ഈ പ്രിയ മക്കൾക്ക് വിശന്ന് മടുത്ത് ക്ഷീണിതരായി ഒന്ന് മുഖമെല്ലാം വാടി അവിടെ കണ്ണുകളെല്ലാം മയങ്ങിയിരിക്കുന്ന സമയത്ത് പുക കണ്ടിട്ട്, അവിടെ ഇരിക്കുന്ന അപ്പവും മീനും കണ്ടിട്ട്, ആ മണം കേട്ടിട്ട് അവിടെ ഉള്ളിൽ ഒരു പ്രത്യാശ ഉണ്ടായി. അവർ യേശു അവരെ കരയ്ക്ക് വന്നപ്പോൾ അവർ തീക്കനലും അതിന്മേൽ വെച്ചിരിക്കുന്ന മീനും കണ്ടു. അപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുമെന്ന് കർത്താവ് പറഞ്ഞു. 150 മീൻ
നീർ കൊണ്ടുവന്നു. യേശു അവരോട് പറഞ്ഞ അടുത്ത ഒരു വാക്കാണ്, കരയ്ക്ക് വന്നപ്പോൾ യേശു അവരോട് പറഞ്ഞു, വന്നു പ്രാതൽ കഴിച്ചുകൊള്ളി. കം ആൻഡ് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ വരുവിൻ, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് ഉണ്ടായിരുന്ന വിശപ്പ് മാറി, ക്ഷീണം മാറി. അവർക്ക് അപ്പവും മീനും എടുത്ത് കർത്താവ് കൊടുത്തു. അങ്ങനെ നിരാശരായ ശിഷ്യന്മാരെ കർത്താവ് സൽക്കരിച്ചിരുന്നു. യേശു വന്ന് അപ്പവും മീനും എടുത്ത് അവർക്ക് കൊടുത്ത് അവരത് ഭക്ഷിച്ച് തൃപ്തരായി. പ്രിയമുള്ളവരെ, ഇന്ന് COVID-19 എന്ന് പറയുന്ന ആ മഹാരോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന, ബാധിക്കപ്പെട്ട് വേദന അനുഭവിക്കുന്ന ലോകം മുഴുവനും ആൾക്കാർ പ്രയാസപ്പെടുകയാണ്. ചില സ്ഥലങ്ങളിൽ ലോക്ക്ഡൌൺ ഫുള്ളായതുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കാൻ പോകാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ലോകങ്ങൾ പിടിച്ച സാഹചര്യ ഭക്ഷണത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. എവിടെന്നെങ്കിലും ഭക്ഷണം വരും, സാധനങ്ങൾ കൊണ്ടുവരുന്ന കാത്തിരിക്കുകയാണ്. അങ്ങനെ വിശന്നിരിക്കുന്നവർ, മനസ്സിനെ തളർന്നുപോയി, തന്റെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു, തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, അവരെ ക്വാറന്റൈനു വേണ്ടി വേറെ സ്ഥലത്ത് അയച്ചിട്ട് ഭവനത്തിലെ ദുഃഖിതരായിരിക്കുന്നു, കുഞ്ഞുമക്കളെ നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ നിരാശരായി. ഈ മഹാരോഗം എന്ന് മാറും, ഈ മഹാമാരി രോഗത്തിൽ നിന്ന് എന്ന് വിടുവിക്കുവാനായിട്ട് സാധിക്കും എന്ന് അവർ കണ്ണുനീരോടുകൂടെ ഇരിക്കുന്ന ഈ സന്ദർഭം യേശുവിന്റെ ഈ വാക്കുകൾ കർത്താവോട് പറഞ്ഞു, വന്ന് അപ്പവും മീനും എടുത്ത് അവർക്ക് കൊടുത്തു. വരുവിൻ, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ വിശപ്പ് മാറട്ടെ, നിങ്ങളുടെ വിശപ്പ് മാറട്ടെ, നിങ്ങളുടെ നിരാശ മാറട്ടെ, നിങ്ങൾക്ക് ശക്തി ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾ ഒന്ന് ശക്തിപ്പെടുവിൻ. പ്രിയമുള്ളവരെ, അവിടെ ഭയം മാറി, ധൈര്യം വീണ്ടും വന്നു, നിരാശ മാറി, പ്രത്യാശ ഉള്ളവരായി തീർന്നു, വിശപ്പ് മാറി, തൃപ്തരായി തീർന്നു. അവിടെ ബലഹീനതയെല്ലാം മാറി ശക്തരായി തീർന്നു. തിരുവചനം പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യൂദയായിലും സമാര്യയിലും ഭൂമിയുടെ അവസാനത്തോളം എൻ്റെ എൻ്റെ സാക്ഷികളായി തീരും. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ, അതിന്റെ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ കടൽക്കരയിൽ അവരെ കണ്ടുമുട്ടി, അവർക്ക് ഭക്ഷണം നൽകി, അതിസൽക്കാരം നൽകി, ക്ഷീണിച്ചു പോയവരെ, വീണുപോയവരെ വീണ്ടും ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ പടകും മലയും രണ്ടാമത് ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ ദൗത്യത്തിന് വേണ്ടി അവരെ വിളിച്ചു വേർതിരിക്കുന്ന, മാറ്റുന്ന ദൈവത്തെയാണ് കാണുന്നത്. ഇന്നും ദുഃഖിതരായിരിക്കുന്ന പ്രിയമക്കളെ, നിരാശരായിരിക്കുന്ന പ്രിയമക്കളെ, നിങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും പലരും വിദേശത്തുണ്ട്, അമേരിക്കയിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, പല ഇംഗ്ലണ്ടിലുണ്ട്, പല രാജ്യങ്ങളിലും അവർ വേദന അനുഭവിക്കുമ്പോൾ നാം എന്ത് ശ്രമിക്കുന്നു നോക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആശ്വാസം നൽകുവാൻ, നമ്മെ സൽക്കരിക്കുവാൻ, നമുക്ക് ആശ നൽകുവാൻ കർത്താവ് കൂടെ ഉണ്ട്. ദോഷമായി ഒന്നും വരാതെ അവൻ കാത്തു സൂക്ഷിക്കും. ഒന്ന് മാത്രം നമുക്ക് കഴിഞ്ഞ കാല വീഴ്ചകളിൽ കുറവുകളിൽ ഓർത്ത് ദൈവത്തോട് അയച്ചു പറഞ്ഞു, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ, ഈ മഹാരോഗത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കും, ദൈവം നമുക്ക് ആശ നൽകും, ദൈവം നമുക്ക് സമാധാനം തരും. തീർച്ചയായിട്ടും നാം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഈ മഹാരോഗത്തിൽ നാം വിടുവിക്കപ്പെടും. ഇന്ന് അടഞ്ഞു കിടക്കുന്ന ഫാക്ടറികളും സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളും എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു നാൾ വരും. അതിനാൽ നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യാശ നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മനുഷ്യരല്ല, നാം കഴിക്കുന്ന മരുന്നിലല്ല, ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ ഭരണാധികാരികളും അതുപോലെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളൊക്കെ പറയുന്ന വാക്കുകൾ അനുസരിച്ചുകൊണ്ട് നമുക്കും മുമ്പോട്ട് പോകാം. ദൈവം നമ്മോടുകൂടെ ഉണ്ട്. അവൻ ഒരിക്കലും നമ്മളെ അനാഥരായി വിടുകയില്ല. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മെ അനുഗ്രഹിക്കും, നമുക്ക് സമാധാനം തരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്നു നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശം ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവൻ പരിശുദ്ധാത്മാവിനാൽ കടങ്ങൾ കുറിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചെന്നു പിന്നെ ഉയർച്ചെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിൽ അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരും ന്യായവിധിപ്പാൻ വരികയും ചെയ്തു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശുദ്ധമായ സംസർഗത്തിൽ പാവമോചനത്തിൽ ശരീരത്തിന്റെ പുനരുത്ഥാനം നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താൽ ദുഷ്ടത്തിൽ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ നിരാശയിലും സമാധാനമില്ലാതിരിക്കുമ്പോൾ സമാധാനത്തിന്റെ കർത്താവിനോട് കൂടെ നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തനങ്ങളും നിങ്ങൾ നിന്നല്ലോ വരുന്നു. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാനും കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണമുണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയയിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാൻ ഉണർവുഗാനങ്ങൾ പുതിയ പാട്ടുകൾ 56-ാമത്തെ പാട്ട് തുണയെനിക്ക് യേശു എന്ന പാട്ട് നമുക്ക് അനുദിനം തൻ നിഴലിൻ മറവിൽ വസിച്ചിടും
പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ഒരു വിളിച്ചതുണ്ട്, അത് വായിക്കുകയാണ്. ഈസ്റ്റുകലാം അക്കാദമിയിൽ മലങ്കര സെന്റ് ആൻഡ്രൂസ് CAC സഭയിൽ അരിസേരിൽ പരിതനായ പത്രോസിൻ്റെയും ശ്രീമതി റോസമ്മയുടെയും മകനും സച്ചിനും മലങ്കര സെന്റ് ആൻഡ്രൂസ് CAC സഭയിൽ ശ്രീ ജോണിയുടെയും ശ്രീമതി ലീലാമ്മയുടെയും മകൾ സോണിയയും തമ്മിൽ വിവാഹം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം സഭയെ അറിയിച്ചു കൊടുത്തു. ഇവർ തമ്മിൽ വിവാഹം ചെയ്യുവാൻ പാടില്ല എന്നതിന് തക്കതായ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടവപ്പെട്ടക്കാരനെ രേഖാമൂലം 10 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്ന് സഭയെ അറിയിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങൾ നന്ദിയോടൊന്ന് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളിപ്പോൾ വിളിച്ചു വലിയ ആ പ്രിയ മക്കളെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സജിനെയും സോണിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് കുടുംബാംഗങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു കുടുംബജീവിതത്തിനായി നിന്റെ മക്കൾ ഒരുങ്ങുമ്പോൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അവരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവെ, പുതിയ ജീവിതത്തിനായി നിന്റെ മക്കളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ദൈവകൃപ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്കും നീ പകർന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ എല്ലാ ജനങ്ങളെയും കുടുംബാംഗങ്ങളെയും വിശ്വാസികളെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധമായ പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലും കർത്താവെ കൂടി കടന്നു പോകുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗക്കിടക്കയിലും ട്രീറ്റ്മെന്റായിരിക്കുന്ന പ്രിയ മക്കളോട് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും ബലഹീനതയിരിക്കുന്ന മക്കളോട് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാവർക്കും നീ ആശ്വാസം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമ്മയും കുഞ്ഞുമായിരിക്കുന്ന മക്കളെ പ്രത്യേകം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടി ഒരു നല്ല കുടുംബജീവിതത്തിൽ കാത്തിരിക്കുന്ന അനേക യുവതിവാക്കുകളുണ്ട്. അവരുടെ നന്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശേഷാൽ ഇപ്പോൾ ഞങ്ങളുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, ഈ വലിയ രോഗത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, COVID-19 മൂലം ഭാരപ്പെടുന്ന കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. രാജ്യത്തിലെ ഓരോ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ജില്ലകളിൽ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ആശ്വാസം ലഭിച്ച് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും വീണ്ടും പ്രയാസം വന്നിരിക്കുന്നു. കർത്താവെ, ദുഃഖിതരെ നീ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും കർത്താവെ 2 ലക്ഷത്തിലേറെ ജനങ്ങൾ ലോകം വിട്ട് കടന്നുപോയപ്പോൾ വേർപാടിന്റെ ദുഃഖത്തിൽ അനേകം മക്കളുണ്ട്. കുടുംബങ്ങൾ അവരോട് പ്രാർത്ഥന ആശ്വസിപ്പിക്കണമേ. രോഗികൾക്ക് നീ സൗഖ്യം തരുന്ന കർത്താവെ, ഓരോന്നിലിരിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളുണ്ട് കർത്താവെ, അവരെല്ലാവരും തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാവരും വിടുവിക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ ആശീർവദിക്കും പ്രവചിക്കണം പ്രാർത്ഥിക്കും. കർത്താവ്, നിരാശരായിരുന്ന ശിഷ്യന്മാരെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം നൽകി അവരെ ശക്തീകരിച്ച ദൈവമേ, അവിടെ ഇല്ലായ്മയെ മാറ്റി അവരുടെ നിരാശ മാറ്റി അവർക്ക് ആശ നൽകിയ ദൈവമേ, അവർക്ക് സമാധാനം നൽകിയ ദൈവമേ, അവരെ ശക്തീകരിച്ച ദൈവമേ, ഞങ്ങളുടെ സമൂഹത്തെ നീ രക്ഷിക്കണമേ, നീ ശക്തീകരിക്കണമേ കർത്താവേ, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഈ മഹാരോഗത്തിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ ലോകത്തെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിൽ പ്രവർത്തിക്കുന്ന കർത്താവെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പോലീസുകാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലുതുമായ ഉപകാരങ്ങൾ ചെയ്യുന്ന എല്ലാവരും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. പല ഡോക്ടേഴ്സും നേഴ്സുമാരും ശുശ്രൂഷിച്ചതിലൂടെ രോഗികളായി തീർന്നിരിക്കുന്ന കർത്താവെ, അവർക്കും നീ ആശ്വാസ സൗഖ്യം നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്തും സ്വദേശത്തുമായി രോഗക്കിടക്കയിലായിരിക്കുന്ന എല്ലാ മക്കളെയും നീ വിടുവിക്കണമെന്ന് കർത്താവെ. വിദേശത്ത് നിന്ന് കർത്താവ് സ്വന്തം രാജ്യത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളോട് പ്രാർത്ഥിക്കുന്നു. അവർ വരുമുമ്പായി ഈ ദേശത്തെ അതിനുവേണ്ടി നീ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളിൽ സ്നേഹിതരും കുടുംബാംഗങ്ങൾ പലരും വിദേശത്തുണ്ടല്ലോ, അവർ പ്രത്യേകം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കണ്ണിന്റെ വിഷുപോലെ അവരെ കാത്തുകൊള്ളണമേ. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നീ കൂടെ ഇരിക്കണമേ. നേഴ്സുമാരായും ഡോക്ടർമാരും ജോലി ചെയ്യുന്ന അനേകരുണ്ട് കർത്താവ്, അവർക്ക് ആശ്വാസം പകർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഈ കുടുംബമായി ഇന്നത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഈ തെരുവ് കർത്താവെ, ഇതിലൂടെ നിന്റെ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. ഇവിടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഇവിടെ നിരാശ മാറ്റി സമാധാനം തരണം കർത്താവെ. ശക്തി നൽകണം കർത്താവെ. നീ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നവനായി കർത്താവെ, ഞങ്ങൾക്ക് സൽക്കാരം നൽകി ബലപ്പെടുത്തുവാൻ കൂടുതൽ ആശ്രയിക്കുന്നു. സകലവും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അവർ ശക്തീകരിച്ചിരിക്കണമേ. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായും സൂക്ഷിച്ചു കാവലും എല്ലായ്പ്പോഴും നമ്മെല്ലാവരോടും കൂടെയും ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം. കർത്താവിന് പ്രിയരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയും. ഇതിൽ പങ്കാളികളായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മാധ്യമങ്ങളിലൂടെയും ഇനി വാട്സാപ്പിലൂടെയും പല രീതിയിൽ ഇത് കാണുകയും ഇതിൽ പങ്കാളികളെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളോട് ദൈവത്തിൻ്റെ കൃപ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവം നമ്മളൊരു അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവത്തിന് മഹത്വം.